20, 30 എന്നീ സംഖ്യയുടെ ലസാഗു കാണുക, LCM കാണുക. രണ്ട് സംഖ്യയുടെ LCM എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 20 കൊണ്ടും 30 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. കണ്ടുപിടിക്കാനുള്ള വേ ധാരാളമുണ്ട്. എളുപ്പമാർഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 20ഉം 30ഉം ഇങ്ങനെ എഴുതുക, അടിയിൽ വരയ്ക്കുക. സ്റ്റെപ്പ് 1 കഴിഞ്ഞു. ഇനി 20നെയും 30നെയും ഒരേപോലെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. പറ്റും എന്ന് മനസ്സിലാകുമ്പോൾ 2 എഴുതുക. 20ൽ 2 10 പ്രാവശ്യം, 30ൽ 2 15 പ്രാവശ്യം. സ്റ്റെപ്പ് 2 കഴിഞ്ഞു. ഇനി 10നെയും 15നെയും 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 10നെ പറ്റും, 15നെ പറ്റില്ല. 3 കൊണ്ട് 10നെ പറ്റില്ല. 4 കൊണ്ട് 10നെ പറ്റില്ല. 5 കൊണ്ട് 10നെയും 15നെയും പറ്റും. 5. 10ൽ 5 2 പ്രാവശ്യം, 15ൽ 5 3 പ്രാവശ്യം. 2നെയും 3നെയും ഒരേപോലെ ഹരിക്കാൻ പറ്റിയ ഒന്നല്ലാതെ മറ്റൊരു സംഖ്യ ഇല്ല. അതുകൊണ്ട് ക്രിയ തീർന്നു. ലാ സാ ഗു LCM 2 5 2 3 2 5 2 3 2 5 10 10 2 20 20 3 60. ഓക്കെ മക്കളെ, നമുക്ക് 1.5 മാർക്ക് കിട്ടേണ്ട ഒരു ഭാഗം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയത് എന്താ? 20ൻ്റെയും 30ൻ്റെയും ലസാഗു LCM, അല്ലെങ്കിൽ 20 കൊണ്ടും 30 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഉറപ്പല്ലേ? അടുത്ത ശനിയാഴ്ചത്തെ പരീക്ഷയ്ക്ക് വരും. 1.5 മാർക്ക് ഉറപ്പായില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്നത്തെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഈ വീഡിയോയിൽ നമ്മൾ 4 ചോദ്യങ്ങളാണ് കാണുന്നത്. ഒന്നാമത്തെ ലസാഗു നമ്മൾ കണ്ടു, രണ്ടാമത്തത് ഉസാഗയാണ്. മുപ്പത് 20 എന്നീ സംഖ്യയുടെ ഉസാഗ HCF എത്ര? മക്കളെ, പരീക്ഷയ്ക്ക് ഉറപ്പാണ് അത് വരും. ഈ ചോദ്യം കേട്ടോ, 30 20 അങ്ങ് മാറും. ഉസാഗ എത്രയാണ് എന്ന് വരും. ലസാഗുവിൻ്റെ അതേ സ്റ്റെപ്പാണ് ഉസാഗയ്ക്ക്. 30 20. 30ലും 20ലും 2 ഉണ്ട്. 15 പ്രാവശ്യം 10 പ്രാവശ്യം. 5ലും 15ലും 10ലും 2 ഇല്ല, 3 ഇല്ല, 5 ഉണ്ട്. 3 2ലും 3ലും ഒരേപോലെ പോകുന്ന സംഖ്യയില്ല. ലസാഗുവിന് നമ്മൾ ഇവിടം വരെ എടുക്കും. ഉസാഗയ്ക്ക് ഇതിനെ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഉസാഗ സമം 2 × 5 സമം 10. മക്കളെ നോക്കുക, ഇതിനെ ലസാഗു ആണെങ്കിലോ 3 കൊണ്ടും 2 കൊണ്ടും വീണ്ടും ഗുണിച്ചാൽ മതി. അപ്പം ലസാഗുവിനും ഉസാഗയ്ക്കും നമ്മൾ ചെയ്യേണ്ടത് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന കാര്യം തന്നെയാണ്. മറ്റൊന്നും നമ്മൾ ചെയ്യാനില്ല. ലസാഗുവായി ഉസാഗയെ. ഇതിൻ്റെ പ്രത്യേകത എൻ്റെ ചോദ്യത്തിലും ഗവൺമെൻറ്റിൻ്റെ ചോദ്യത്തിലും ഓരോന്നുണ്ടാകും. ഓക്കെ, നമുക്ക് ഇന്നത്തെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മുപ്പത് എന്ന സംഖ്യയ്ക്ക് എത്ര ഘടകങ്ങൾ ഉണ്ട്? 30 എന്ന സംഖ്യയ്ക്ക് എത്ര ഘടകങ്ങൾ ഉണ്ട്? എന്താണ് ഈ ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ?
30നെ ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് ഹരിക്കാം എന്ന് നോക്കുക. അതൊക്കെ 30ൻ്റെ ഘടകങ്ങളാണ്. കഴിഞ്ഞ എല്ലാ പരീക്ഷയ്ക്കും ഞാൻ ഇവിടുന്ന് ഓരോ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ പരീക്ഷയ്ക്കും ഒരു ചോദ്യം ഉണ്ടാകും. ഉറപ്പായും ഗവൺമെൻറ് പരീക്ഷയ്ക്കും ഒരു ചോദ്യം ഉണ്ടാകും. അപ്പം നോക്കാം 30ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്, 30ന് എത്ര ഘടകങ്ങളുണ്ട്. അപ്പോൾ ഘടകങ്ങൾ കണ്ടെത്താൻ നമ്മുടെ കണക്കിന് ഇങ്ങനെ ഒരു വര വരയണം. ഇവിടെ 30 എന്ന് എഴുതണം. ആദ്യം നമ്മൾ എഴുതാൻ പോകുന്നത് 30ൻ്റെ ഏറ്റവും ചെറിയ ഘടകമാണ്. അത് 1 ആണ്. 30ൻ്റെ ഏറ്റവും വലിയ ഘടകം 30 ആണ്. അപ്പോൾ 30ൻ്റെ 2 ഘടകങ്ങളെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഓക്കെ, നമുക്ക് 30ൻ്റെ അടുത്ത ഘടകത്തെ കണ്ടെത്താം. 30 ഒരു ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ട് 30നെ 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 2 30ൻ്റെ ഒരു ഘടകമാണ്. അങ്ങനെയാണെങ്കിൽ 30ൽ എത്ര 2 ഉണ്ട്? 15. 15ഉം 30ൻ്റെ ഘടകമാണ്. ഇനി നോക്കുക, 30നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. 30ൻ്റെ ഘടകമാണ് 3. 30ൽ 3 10 പ്രാവശ്യമുണ്ട്. അതുകൊണ്ട് 10ഉം ഘടകമാണ്. 30നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 30നെ 5 കൊണ്ട് ഹരിക്കാം. 30ൽ 5 6 പ്രാവശ്യമുണ്ട്. 5 കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് 6ആണ്. അതിവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുകളിലോട്ട് നോക്കേണ്ടതില്ല. അപ്പോൾ 30ന് 1 2 3 4 5 6 7 8 ഘടകങ്ങൾ 30നുണ്ട്. ഏതൊക്കെയാണ് 30ൻ്റെ ഘടകങ്ങൾ? 1 2 3 5 6 10 15 30. അപ്പോൾ 30ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ 1 2 3 5 6 10 15 30. 30ന് എത്ര ഘടകങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 1 2 3 4 5 6 7 8 ഘടകങ്ങളുണ്ട്. ഇനി 30ൻ്റെ ഏറ്റവും വലിയ ഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് 30ആണ്. എല്ലാ സംഖ്യയുടെയും ഏറ്റവും ചെറിയ ഘടകം 1 ആണ്. അപ്പോൾ HCF എന്താണ് എന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് പ്രിപ്പറേഷന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ നോക്കുക, ഇവിടുന്ന് വരാവുന്ന മറ്റൊരു ചോദ്യം, ഭാജ്യസംഖ്യ അഭാജ്യ സംഖ്യ. ഭാജ്യം എന്നതിന് കോമ്പോസിറ്റ് എന്നാണ്. ഇതിന് പ്രൈം എന്നാണ് ഇംഗ്ലീഷ് വാക്ക്. അപ്പോൾ ലോകത്തിലുള്ള ഏതൊരു സംഖ്യ തന്നാലും അത് കോമ്പോസിറ്റ് ആണോ പ്രൈം ആണോ എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? തന്നിരിക്കുന്ന സംഖ്യയെ ഫാക്ടറൈസേഷൻ നടത്തുക. 7 എന്ന സംഖ്യയെ നമ്മൾ ഫാക്ടറൈസേഷൻ നടത്തിയാൽ 1 7 പ്രാവശ്യം, 2 പോവില്ല, 3 പോവില്ല, 4 പോവില്ല, 5 പോവില്ല, 6 പോവില്ല, 7 വന്നു കഴിഞ്ഞു. അപ്പോൾ 7ൻ്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1ഉം 1ഉം 7ഉം അല്ലാതെ മറ്റ് സംഖ്യകൾ 7ന് ഫാക്ടേഴ്സ് ഇല്ല, ഘടകങ്ങളില്ല. ഒരു സംഖ്യയ്ക്ക് 2 ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ 2ലധികം 3ഓ 4ഓ 100ഓ 10,000ഓ 1,00,000ഓ എത്രയാവാം, 2 ഉള്ളൂ എങ്കിൽ അത് അഭാജ്യ സംഖ്യ, പ്രൈം നമ്പർ. 2ലധികം അത് 3ആകാം 4ആകാം എത്രയാണെങ്കിലും അത് കോമ്പോസിറ്റ് ആണ്, അത് അഭാജ്യമാണ്, ഭാജ്യമാണ്. എന്നാൽ 1 എന്ന സംഖ്യയെ നമ്മൾ ഘടകങ്ങളാക്കിയാൽ 1 ഒരു പ്രാവശ്യം, 2 ഉണ്ടെങ്കിൽ അഭാജ്യം, 2ലധികം ഉണ്ടെങ്കിൽ ഭാജ്യം. എന്നാൽ 1ന് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ലോകത്ത് കോടാനുകോടി സംഖ്യകളുണ്ട്. ഭാജ്യസംഖ്യകൾ കോടിക്കണക്കിനുണ്ട്, അഭാജ്യസംഖ്യകൾ കോടിക്കണക്കിനുണ്ട്. എന്നാൽ
ഭാജ്യസംഖ്യയും അഭാജ്യസംഖ്യയും അല്ലാത്ത ഒരേ ഒരു സംഖ്യ മാത്രമേ ലോകത്തിലുള്ള മക്കളെ, അത് ഒന്നാണ്. ദാറ്റ് ഈസ് നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ്, which is a number neither prime nor composite. ഭാജ്യവും അഭാജ്യവും അല്ലാത്ത സംഖ്യ ഏത്? ഓൺലി വൺ, ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് വൺ, അത് ഒന്നാണ്. ഓക്കെ, അപ്പോൾ LCF ഒരു ചോദ്യം, HCF ഒരു ചോദ്യം, ഭാജ്യം അഭാജ്യം ഒരു ചോദ്യം. അങ്ങനെ നമ്മൾ 5 ചോദ്യങ്ങളിലേക്ക് എത്തി. ഓക്കെ, ഈ ചോദ്യങ്ങൾ ഇനി നിങ്ങൾക്ക് ഇന്ന് ഒരു ക്ലാസ്സും കൂടിയുണ്ട്. ഈ ക്ലാസ് നല്ലോണം കണ്ട് മനസ്സിലാക്കുക. ഈ ക്ലാസ്സിലെ 4 ക്വസ്റ്റ്യനും ഈ ക്ലാസ്സിൽ നമ്മൾ തന്ന 3 ക്വസ്റ്റ്യനും ഉറപ്പായും പരീക്ഷയ്ക്ക് ഉണ്ടാവുന്നതാണ്. നാളത്തെ ക്ലാസ് 10 മണി മുതൽ തുടങ്ങും. എന്നാൽ പള്ളിയിൽ പോകേണ്ട കുട്ടികൾക്ക് 10 മണിക്ക് അവർക്ക് പള്ളിയിൽ സൺഡേ സ്കൂളിൽ ക്ലാസ് ഇല്ലേ, അതുകൊണ്ട് അവർ സൺഡേ സ്കൂളിലെ ക്ലാസ്സും മുടക്കിയിട്ട് വരേണ്ടതില്ല. സൺഡേ സ്കൂളിൽ ക്ലാസ്സിൽ പോവുക, ക്ലാസ് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുക, വരാവുന്നത്ര നേരത്തെ വരിക. അപ്പോൾ നേരത്തെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ അവർക്ക് ഞാൻ വീണ്ടും പറഞ്ഞു തരും. മറ്റെല്ലാ കുട്ടികളും 10 മണിക്ക് വരണം. ഇന്നത്തെ ക്ലാസ് നമ്മൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. നാളത്തെ ക്ലാസ് കഴിഞ്ഞാൽ എക്സാം ക്ലാസ്സിനാണ് നിങ്ങൾ എത്തുന്നത്. അതുകൊണ്ട് എക്സാമിനുള്ള എല്ലാ വിവരങ്ങളും കൈകാര്യം ചെയ്യേണ്ടതാണ്. എല്ലാ കുട്ടികളും 10 മണിക്ക് എത്തുക. സൺഡേ സ്കൂളിൽ പോകേണ്ട കുട്ടികൾ സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ട് വരിക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.